ദേശീയപാത മുരിങ്ങൂരിൽ ഗതാഗതക്കുരുക്ക് തുടരുന്നു. കൊടകര, പോട്ട, ചാലക്കുടി, മുരിങ്ങൂർ എന്നിവിടങ്ങളിൽ നിന്നും മാള വഴി ചെറുവാഹനങ്ങൾ വഴിതിരിച്ചുവിടുന്നു. ബി.ജെ.പി. തൃശൂരിൽ നേടിയത് ഐതിഹാസിക വിജയമെന്ന് അഡ്വക്കേറ്റ് കെ അനീഷ് കുമാർ. ഇടതു വലതു മുന്നണികൾ ഉന്നയിക്കുന്ന ആരോപണങ്ങൾക്കൊന്നും തെളിവില്ല. വൃഷ്ടി പ്രദേശത്ത് ശക്തമായ മഴ തുടരുന്ന സാഹചര്യത്തിൽ ചിമ്മിനി ഡാമിന്റെ പ്രധാന ഷട്ടറുകൾ തുറന്നു. 4 ഷട്ടറുകൾ 5 സെന്റിമീറ്റർ വീതമാണ് ഉയർത്തിയിരിക്കുന്നത്. നമസ്കാരം, ന്യൂസ് റൗണ്ടപ്പിലേക്ക് സ്വാഗതം. വിശദമായ വാർത്തകൾ നോക്കാം. ദേശീയപാത മുരിങ്ങൂരിൽ ഗതാഗതക്കുരുക്ക് തുടരുന്നു. അടിപ്പാത നിർമ്മാണം നടക്കുന്ന ഭാഗങ്ങളിൽ മാത്രമാണ് ഗതാഗതക്കുരുക്കുള്ളത്. കൊടകര, പോട്ട, ചാലക്കുടി, മുരിങ്ങൂർ എന്നിവിടങ്ങളിൽ നിന്നും മാള വഴി ചെറുവാഹനങ്ങൾ വഴിതിരിച്ചു വിടുന്നുണ്ട്. ദേശീയപാത മുരിങ്ങൂരിൽ ഗതാഗതക്കുരുക്ക് തുടരുന്നു. കഴിഞ്ഞ ദിവസമുണ്ടായ ഗതാഗതക്കുരുക്കിനെ തുടർന്ന് പോലീസ് വാഹനങ്ങൾ വഴിതിരിച്ചുവിട്ടിരുന്നു. അതിനിടെ മുരിങ്ങൂരിൽ നിന്ന് വാഹനങ്ങൾ തിരിച്ചുവിടുന്ന ബദൽ റോഡിലെ കുഴിയിൽ വീണ് പിക്കപ്പ് വാൻ തകരാറിലായി. മണിക്കൂറുകൾ ഇതുവഴിയുള്ള വാഹന ഗതാഗതം തടസ്സപ്പെട്ടു. ഇതുമൂലം ദേശീയപാതയിലെ ഗതാഗതക്കുരുക്കും ശക്തമായി. മറ്റു ബദൽ റോഡുകളിൽ ഇതുമൂലം വാഹനങ്ങളുടെ വലിയ തിരക്കായിരുന്നു. തിങ്കളാഴ്ച സാധാരണ ദിവസങ്ങളേക്കാൾ വലിയ തിരക്കാണ് എറണാകുളം ഭാഗത്തേക്കുണ്ടാവുക. പുലർച്ചെ മുതൽ ഗതാഗതക്കുരുക്ക് ശക്തമായിരുന്നു. അതിനിടയിലാണ് എറണാകുളത്തേക്ക് കായ കയറ്റി പോവുകയായിരുന്ന പിക്കപ്പ് വാൻ തിങ്കളാഴ്ച പുലർച്ചെ 4 മണിയോടെ മുരിങ്ങൂർ കല്ലുംകടവ് വഴിയിലെ വലിയ കുഴിയിൽ വീണ് തകരാർ സംഭവിച്ചത്. മണിക്കൂറുകൾ ശ്രമിച്ചിട്ടാണ് പിക്കപ്പ് വാൻ റോഡിൽ നിന്നും മാറ്റുവാൻ സാധിച്ചുള്ളൂ. ഇതോടെ ഇതുവഴി പോകേണ്ട ചെറുവാഹനങ്ങൾ പോലീസിന്റെ നേതൃത്വത്തിൽ മുരിങ്ങൂർ ഡിവൈൻ അടിപ്പാത വഴി കാടുകുറ്റി വഴി തിരിച്ചുവിട്ടുവെങ്കിലും മറ്റു വാഹനങ്ങളുടെ നിര ചാലക്കുടി വരെ എത്തുകയായിരുന്നു. ക്രെയിൻ കൊണ്ടുവന്ന് പിക്കപ്പ് വാൻ മാറ്റുവാൻ ശ്രമിച്ചെങ്കിലും വണ്ടിയിലെ ലോഡ് കാരണം മാറ്റുവാൻ സാധിച്ചില്ല. തിങ്കളാഴ്ച രാവിലെ ഏകദേശം 8 മണിയോടെ പിക്കപ്പ് വാൻ വഴിയിൽ നിന്ന് മാറ്റിയെങ്കിലും പിന്നെയും മണിക്കൂറുകൾ കഴിഞ്ഞാണ് വാഹന ഗതാഗതം സാധാരണ നിലയിലായത്. മീഡിയ ടൈം, ചാലക്കുടി. ബി.ജെ.പി. തൃശൂരിൽ നേടിയത് ഐതിഹാസിക വിജയമെന്ന് അഡ്വക്കേറ്റ് കെ അനീഷ് കുമാർ. തൃശൂർ നമോ ഭവനിൽ നടത്തിയ പത്രസമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു ബി.ജെ.പി. സംസ്ഥാന വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് കെ അനീഷ് കുമാർ. ഉന്നയിക്കുന്ന ആരോപണങ്ങൾക്കൊന്നും തെളിവില്ല. ധൈര്യമുണ്ടെങ്കിൽ ഹൈക്കോടതിയെ സമീപിക്കണം. തെളിവില്ലാത്തതുകൊണ്ടാണ് ഇടതു വലതു മുന്നണികൾ ഒളിച്ചോടുന്നതെന്നും അനീഷ് കുമാർ പറഞ്ഞു. അത്ര വലിയ ആത്മവിശ്വാസത്തിന്റെ കൊടുമുടിയിലായിരുന്നു CPM-ഉം കോൺഗ്രസും. ആ കൊടുമുടിയിൽ നിന്നാണ് 75,000 വോട്ടിന് നിലംപതിച്ചത്. അത് അംഗീകരിക്കാനുള്ള ആ മനോനില വീണ്ടെടുക്കാൻ 1 വർഷം കഴിഞ്ഞിട്ടും സുനിൽ കുമാറിന് സാധിച്ചിട്ടില്ല. മുരളീധരൻ ഒരു പരിധിവരെ അത് വീണ്ടെടുത്തു. അതുകൊണ്ടാണ് അദ്ദേഹം പറഞ്ഞത്, എന്നെ പാർട്ടിക്കാർ കാലുവാരി തോൽപ്പിച്ചു, അങ്ങനെ DCC പ്രസിഡന്റിന്റെ കസേര പോയി. അതേപോലെ തന്നെ തൃശ്ശൂരിലെ ജനങ്ങള് സുരേഷ് ഗോപിക്ക് വോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് മുൻകൂട്ടി തയ്യാറെടുത്തിരുന്നു. എന്നെ ബലിയാടാക്കിയതാണ്. ഞാൻ കാര്യമറിയാതെയാണ് അവിടെ പോയിട്ട് മത്സരിച്ചത്. സുരേഷ് ഗോപി 5 വർഷം അവിടെ നിന്ന് പ്രവർത്തിച്ചതിന്റെ ഗുണമാണ് അദ്ദേഹത്തിന് കിട്ടിയത്. ഇതൊക്കെ മുരളീധരൻ സമചിത്തത വീണ്ടെടുത്ത് ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഇപ്പൊ വീണ്ടും അവിടെ പറഞ്ഞു. എന്നാലും പക്ഷെ സുനിൽ കുമാറിന് അന്നു മുതൽ ഈ പരാജയം അംഗീകരിക്കാൻ സാധിച്ചിട്ടില്ല. തൃശൂർ ചിമ്മിനി ഡാമിന്റെ പ്രധാന ഷട്ടറുകൾ തുറന്നു. വൃഷ്ടി പ്രദേശത്ത് ശക്തമായ മഴ തുടരുന്ന സാഹചര്യത്തിലാണ് ഷട്ടറുകൾ തുറന്നത്. 4 ഷട്ടറുകൾ 5 സെന്റിമീറ്റർ വീതമാണ് ഉയർത്തിയിരിക്കുന്നത്. ചിമ്മിനി ഡാമിന്റെ 4 ഷട്ടറുകൾ 5 സെന്റിമീറ്റർ വീതമാണ് ഉയർത്തിയിരിക്കുന്നത്. ഇതോടൊപ്പം സ്ലൂയിസ് വാൽവ് വഴിയും വെള്ളം പുറത്തേക്ക് ഒഴുകുന്നുണ്ട്. കനത്ത മഴയിൽ ഡാമിലേക്കുള്ള നീരൊഴുക്ക് വർദ്ധിച്ചതിനാൽ ഒന്നിച്ച് വെള്ളം തുറന്നുവിടുന്ന സാഹചര്യം ഒഴിവാക്കാനാണ് പ്രധാന ഷട്ടറുകൾ തുറക്കാൻ തീരുമാനിച്ചത്. ചിമ്മിനി ഡാമിന്റെ പ്രധാന ജലവിതരണ മാർഗമായ കുറുമാലിപ്പുഴയിൽ ജലനിരപ്പ് 5 മുതൽ 8 സെന്റിമീറ്റർ വരെ ഉയരാൻ സാധ്യതയുള്ളതിനാൽ പുഴകളുടെ തീരത്തുള്ളവരുടെ ജാഗ്രത പാലിക്കാൻ നിർദ്ദേശമുണ്ട്. മീഡിയ ടൈം, തൃശൂർ.
അപകടത്തിൽ പരിക്കേറ്റയാളെ ആശുപത്രിയിൽ കൊണ്ടുപോകാൻ പറഞ്ഞ ആളുടെ കാലിൽ കാർ കയറ്റി പരിക്കേൽപ്പിച്ചയാൾ പിടിയിലായി. മാള കുഴൂരിലാണ് സംഭവം. കുഴൂർ സ്വദേശി പുഷ്പന്റെ കാലിലൂടെ കാർ കയറ്റിയിറക്കുകയും സാരമായി പരിക്കേൽപ്പിക്കുകയും ചെയ്ത കേസിലാണ് പ്രതിയായ ഗുരുതിപ്പാല സ്വദേശി സുനിൽകുമാർ പിടിയിലായത്. കുഴൂരിലാണ് സംഭവം നടന്നത്. സുനിൽകുമാർ ഓടിച്ച കാറും ദമ്പതികൾ സഞ്ചരിച്ച സ്കൂട്ടറും തമ്മിൽ കൂട്ടിയിടിച്ചിരുന്നു. അപകടത്തിൽ സ്കൂട്ടർ മറിഞ്ഞ് യാത്രികരായ ദമ്പതികൾക്ക് പരിക്കേറ്റിരുന്നു. പിന്നാലെ ദമ്പതികളും സുനിൽകുമാറും തമ്മിൽ തർക്കമുണ്ടായി. ഇത് കണ്ട് ഇവിടേക്ക് വന്ന പുഷ്പൻ തർക്കിക്കുന്നത് നിർത്തി പരിക്കേറ്റവരെ കാറിൽ ആശുപത്രിയിൽ എത്തിക്കാൻ സുനിൽകുമാറിനോട് ആവശ്യപ്പെട്ടിരുന്നു. ഇതോടെ സുനിൽകുമാർ പുഷ്പനോടും കയർത്തു. പിന്നീട് കാറിൽ കയറിയ സുനിൽകുമാർ വാഹനം സ്റ്റാർട്ടാക്കിയ ശേഷം പുഷ്പന്റെ നേരെ ഓടിക്കുകയായിരുന്നു. പുഷ്പന്റെ കാലിലൂടെ കാറിന്റെ ചക്രം കയറിയിറങ്ങി. ഇദ്ദേഹത്തിന്റെ കാലിന് പരിക്കേറ്റു. പിന്നീട് ഇവിടെ നിന്ന് വാഹനം നിർത്താതെ ഓടിച്ചുപോയി. പരിക്കേറ്റവർ പിന്നീട് ആശുപത്രിയിൽ ചികിത്സ തേടുകയും വിവരം പോലീസിനെ അറിയിക്കുകയുമായിരുന്നു. കേസിൽ പ്രതിയായ സുനിൽകുമാർ സ്ഥിരം ക്രിമിനലാണെന്ന് പോലീസ് പറയുന്നു. മീഡിയ ടൈം, മാള. തൃക്കൂർ ആദൂരിൽ വീട്ടുകാർ സിനിമയ്ക്ക് പോയ സമയത്ത് വീടിന്റെ വാതിൽ പൊളിച്ച് 5.5 ലക്ഷം രൂപ കവർന്നു. ആദൂർ തൃശൂർക്കാരൻ ജോയിയുടെ വീട്ടിലാണ് മോഷണം നടന്നത്. ഡോഗ് സ്ക്വാഡും വിരലടയാള വിദഗ്ധരും സ്ഥലത്തെത്തി പരിശോധന നടത്തി. ഞായറാഴ്ച വൈകിട്ട് 6-ന് ശേഷമായിരുന്നു സംഭവം. സിനിമയ്ക്ക് പോയ വീട്ടുകാർ രാത്രി 9-ന് തിരിച്ചെത്തിയപ്പോഴാണ് മോഷണ വിവരം അറിയുന്നത്. മുൻവശത്തെ വാതിലും അകത്തെ അലമാരയും പൂട്ട് തകർത്ത് തുറന്ന നിലയിലായിരുന്നു. അലമാരിയിലിരുന്ന പണം നഷ്ടപ്പെട്ടെങ്കിലും മറ്റൊരറയിലിരുന്ന സ്വർണ്ണാഭരണങ്ങൾ എടുക്കാനായിട്ടില്ല. മറ്റു മുറികളിലെയും അലമാരകളിലെയും വസ്ത്രങ്ങൾ വാരി വലിച്ചിട്ട നിലയിലാണ്. വീടിന്റെ പിറകുവശത്തെ വാതിലും തകർക്കാൻ ശ്രമിച്ചെങ്കിലും നടന്നില്ല. വാതിലിന്റെ പൂട്ട് തകർക്കാൻ ഉപയോഗിച്ചിരുന്നതെന്ന് കരുതുന്ന പിക്കാസ് വീട്ടുമുറ്റത്തെ വാട്ടർ ടാങ്കിൽ ഉപേക്ഷിച്ച നിലയിൽ കണ്ടെത്തി. ഇതോടൊപ്പം ഒരു ജോഡി ചെരുപ്പും വാട്ടർ ടാങ്കിൽ ഉപേക്ഷിച്ച നിലയിൽ കണ്ടെത്തിയിട്ടുണ്ട്. സ്വകാര്യ ധനകാര്യ സ്ഥാപനം നടത്തുന്ന ആളാണ് ജോയ്. വീട്ടുകാർ സമീപത്തെ വീടുകളുടെ നിരീക്ഷണ ക്യാമറകൾ പരിശോധിച്ചപ്പോൾ ഒരു കാർ സംശയകരമായ സാഹചര്യത്തിൽ കണ്ടിരുന്നു. പുതുക്കാട് പോലീസ് സ്ഥലത്തെത്തി സമീപത്തെ നിരീക്ഷണ ക്യാമറകൾ പരിശോധിച്ച് അന്വേഷണം ആരംഭിച്ചു. ഡോഗ് സ്ക്വാഡും വിരലടയാള വിദഗ്ധരും സ്ഥലത്തെത്തി പരിശോധന നടത്തി. മീഡിയ ടൈം, തൃശൂർ. മറ്റു വാർത്തകൾ നോക്കാം ഒറ്റനോട്ടത്തിൽ. കുന്നുക്കര ഗവൺമെന്റ് JBS സ്കൂൾ അസംബ്ലി ഹാൾ ഉദ്ഘാടനം നടന്നു. പി രാജീവ് MLA പ്രാദേശിക വികസന ഫണ്ടിൽ നിന്നും 35 ലക്ഷം രൂപ മുടക്കിയാണ് ഹാൾ പണി കഴിപ്പിച്ചത്. ഉദ്ഘാടന യോഗത്തിൽ പാറക്കടവ് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് TV പ്രതീഷ് സംബന്ധിച്ചു. കുന്നുക്കര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സൈന ബാബു അധ്യക്ഷത വഹിച്ച യോഗത്തിൽ മന്ത്രി പി രാജീവ് ഹാൾ ഉദ്ഘാടനം നിർവഹിച്ചു. മാള ഗ്രാമപഞ്ചായത്തിലെ വികസന പദ്ധതികൾ ജനങ്ങളിലെത്തിക്കാൻ LDF മാള പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സെപ്റ്റംബർ 18, 19, 20 തീയതികളിൽ നടക്കുന്ന വികസന മുന്നേറ്റ കാൽനട ജാഥയുടെ സംഘാടക സമിതി CPIM മാള ഏരിയ കമ്മിറ്റി സെക്രട്ടറി TK സന്തോഷ് ഉദ്ഘാടനം ചെയ്തു. വികസന പ്രവർത്തനങ്ങൾ പൊതുവിൽ താഴെത്തട്ടിലേക്ക് എത്തുന്നില്ല. വലതുപക്ഷത്തിന്റെ ആളുകൾ 10 രൂപ വെച്ച് മുടക്കിയാൽ 100 കോടി കൂടി. നമ്മുടെ ആളുകൾ ഇവിടെ ഇപ്പോ പറഞ്ഞു 134 കോടി രൂപ. വേണമെങ്കിൽ അതിനേക്കാൾ കൂടുതൽ മാള ടൗണിന്റെ വികസനം നടപ്പിലാക്കാൻ പോകുന്ന കോടിക്കണക്കിന് രൂപയുടെ പ്രഖ്യാപിക്കപ്പെട്ട വികസന പദ്ധതികൾ എല്ലാം ഒരു ഭാഗത്തുണ്ട്. നമുക്കറിയാം, മുകളിലത്തെ സംസ്ഥാനം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഭരിക്കുകയാണ്. അപ്പൊ സംസ്ഥാനത്തു നിന്നുള്ള എല്ലാ ഫണ്ടുകളും നാടിന്റെ വികസനത്തിന് അടിസ്ഥാന സൗകര്യങ്ങൾക്ക് വേണ്ടിയുള്ള പദ്ധതികൾ സംസ്ഥാന സർക്കാർ ബഡ്ജറ്റിലൂടെ പ്രഖ്യാപിച്ച് ഈ കഴിഞ്ഞ 9 വർഷത്തിനിടയിൽ മാളയുടെ മുഖച്ഛായ തന്നെ മാറ്റിമറിക്കാനായിട്ടുണ്ട് എന്നത് നമുക്ക് അഭിമാനത്തോടെ പറയാൻ കഴിയും. മാള ടൗണിന്റെ വികസനമടക്കം CPIM മാള നോർത്ത് സെക്രട്ടറി MK ബാബു അധ്യക്ഷത വഹിച്ചു. മാള ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബിന്ദു ബാബു, TP രവീന്ദ്രൻ, VM വത്സൻ, സലീം പള്ളിമുറ്റത്ത്, ജോർജ് നെല്ലിശ്ശേരി, ക്ലിഫി കളപ്പറമ്പത്ത്, ബിനിൽ പ്രതാപ്, VS ഗോപാലകൃഷ്ണൻ എന്നിവർ സംസാരിച്ചു.
കർക്കിടകം 1 മുതൽ പൂപ്പത്തി യോഗക്ഷേമ ഉപസഭയുടെ നേതൃത്വത്തിൽ നടന്നുവരുന്ന ഗണപതി ഹോമവും ഭഗവതി സേവയും അഷ്ടാവധാനത്തോടെയുള്ള ഭഗവതി സേവയോടെ സമാപിച്ചു. തന്ത്രി വേഴപ്പറമ്പ് ഈശാനൻ നമ്പൂതിരിപ്പാട്, യോഗക്ഷേമ സഭ മുൻ ജില്ലാ സെക്രട്ടറി കാവനാട് കൃഷ്ണൻ നമ്പൂതിരി തുടങ്ങിയവർ കാർമ്മികത്വം വഹിച്ചു. 20 പേർ സഹസ്രനാമാർച്ചനയിൽ പങ്കെടുത്തു. ചടങ്ങിന്റെ ഭാഗമായി വേദോച്ചാരണം, ഗീതം, വാദ്യം, നൃത്തം എന്നിവ അരങ്ങേറി. രാവിലെ നടന്ന മഹാഗണപതി ഹോമത്തിന് ഉപസഭ പ്രസിഡന്റ് കിഴിയോടം വിഷ്ണു നമ്പൂതിരി നേതൃത്വം നൽകി. കൊടുങ്ങല്ലൂരിലെ അഴീക്കോട് മത്സ്യബന്ധന വള്ളം മറിഞ്ഞു. അപകടത്തിൽപ്പെട്ട തൊഴിലാളികളെ രക്ഷപ്പെടുത്തി. അഴീക്കോട് നിന്നും കടലിൽ മത്സ്യബന്ധനത്തിന് പോയ ജീലാനി എന്ന മൂടുവെട്ടി വള്ളമാണ് ഇന്നലെ രാവിലെ അപകടത്തിൽപ്പെട്ടത്. വള്ളത്തിലുണ്ടായിരുന്ന അഴീക്കോട് മുനക്കൽ സ്വദേശികളായ നസീർ, ഷാഫി എന്നിവരെ രക്ഷപ്പെടുത്തി. തീരദേശ പോലീസും ഫിഷറീസ് റെസ്ക്യൂ സംഘവും മറ്റു തൊഴിലാളികളും രക്ഷാപ്രവർത്തനത്തിൽ പങ്കെടുത്തു. കുടിവെള്ള നിഷേധത്തിനെതിരെ കോൺഗ്രസിന്റെ റോഡ് ഉപരോധം. പടിഞ്ഞാറ് വെമ്പലൂരിലെ തീരപ്രദേശങ്ങളായ അഞ്ചങ്ങാടി, ആൽമാവ്, അസ്മാബി കോളേജ് എന്നിവിടങ്ങളിൽ കുടിവെള്ളം ലഭിച്ചിട്ട് വർഷങ്ങളായി. കുടിവെള്ളക്ഷാമം പരിഹരിക്കാൻ സർക്കാരിന്റെയോ പഞ്ചായത്തിന്റെയോ ഭാഗത്തു നിന്ന് ഒരു നീക്കവും ഉണ്ടാകാത്തതിൽ പ്രതിഷേധിച്ചാണ് SN പുരം മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി അഞ്ചങ്ങാടിയിൽ വെസ്റ്റ് ടിപ്പു സുൽത്താൻ റോഡ് ഉപരോധിച്ചത്. മുതിർന്ന കോൺഗ്രസ് നേതാവ് TM കുഞ്ഞുമൊയ്തീൻ ഉപരോധം ഉദ്ഘാടനം ചെയ്തു. തീരദേശത്തെ കുടിവെള്ളക്ഷേമം ശാശ്വതമായി പരിഹരിക്കാൻ അധികാരികൾ തയ്യാറായില്ലെങ്കിൽ വലിയ പ്രക്ഷോഭങ്ങളെ നേരിടേണ്ടി വരുമെന്ന് കുഞ്ഞുമൊയ്തീൻ പറഞ്ഞു. മണ്ഡലം പ്രസിഡന്റ് പ്രൊഫസർ KA സിറാജ് അധ്യക്ഷത വഹിച്ചു. നേതാക്കളായ KR അശോകൻ, സൈനുദ്ദീൻ കാട്ടകത്ത്, KR നിതീഷ് കുമാർ, PD വിജയൻ, സലാം കുഴുപ്പുള്ളി തുടങ്ങിയവർ പ്രസംഗിച്ചു. കേച്ചേരി പട്ടിക്കരയിൽ അയൽവാസികൾ തമ്മിലുണ്ടായ വാക്കുതർക്കത്തെ തുടർന്ന് ഗ്രഹനാഥനെ കുത്തി പരിക്കേൽപ്പിച്ച സംഭവത്തിൽ പ്രതിയെ അറസ്റ്റ് ചെയ്തു. പട്ടിക്കര സ്വദേശി സുജിത്തിനെയാണ് കുന്നംകുളം പോലീസ് അറസ്റ്റ് ചെയ്തത്. പട്ടിക്കര സ്വദേശി ജയചന്ദ്രനാണ് കുത്തേറ്റത്. ജയചന്ദ്രന്റെ പരാതിയിൽ നടത്തിയ അന്വേഷണത്തിലാണ് പ്രതി പിടിയിലായത്. തൃശൂർ മറ്റുംവാകയിൽ 3 വയസ്സുകാരൻ മുങ്ങി മരിച്ചു. ഛത്തീസ്ഗഡ് സ്വദേശികളുടെ മകൻ ദിബേന്ദ്ര ഭഗതാണ് മരിച്ചത്. താമസ സ്ഥലത്ത് സമീപത്തെ കുളത്തിൽ ഇന്ന് രാവിലെയാണ് കുഞ്ഞിനെ മുങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ഉടൻ സമീപത്തെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. ഓണം സ്പെഷ്യൽ ഡ്രൈവിനോടനുബന്ധിച്ച് കൊടുങ്ങല്ലൂർ എക്സൈസ് സർക്കിൾ ഓഫീസ്, എക്സൈസ് റേഞ്ച് ഓഫീസ്, അഴീക്കോട് തീരദേശ പോലീസ് എന്നിവ സംയുക്തമായി കടലിൽ പട്രോളിംഗ് നടത്തി. കൊടുങ്ങല്ലൂർ എക്സൈസ് സർക്കിൾ ഇൻസ്പെക്ടർ V ബാലസുബ്രഹ്മണ്യൻ, അഴീക്കോട് കോസ്റ്റൽ പോലീസ് സർക്കിൾ ഇൻസ്പെക്ടർ C രമേശ്, അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർമാരായ MS പത്മരാജൻ, KA ജയദേവൻ, AV മോയിഷ്, AS സരസൻ, അസിസ്റ്റന്റ് പോലീസ് സബ് ഇൻസ്പെക്ടർ KK സുനിൽ എന്നിവർ പട്രോളിംഗിൽ പങ്കെടുത്തു. നിരവധി മത്സ്യബന്ധന യാനങ്ങൾ പരിശോധനയ്ക്ക് വിധേയമാക്കി. പെരിഞ്ഞനത്ത് ദേശീയപാതയിൽ ചരക്ക് ലോറി നിർത്തിയിട്ടിരുന്ന കണ്ടെയ്നർ ലോറിക്ക് പിറകിലിടിച്ച് അപകടം. ആർക്കും പരിക്കില്ല. പെരിഞ്ഞനം പഞ്ചായത്ത് ഓഫീസിന് സമീപം ഇന്ന് ഉച്ചയ്ക്ക് 3:30യോടെയാണ് അപകടമുണ്ടായത്. പെരിഞ്ഞനത്ത് കടയിലേക്ക് ടൈൽസുമായി വന്ന കണ്ടെയ്നർ ലോറിക്ക് പിറകിൽ കൊടുങ്ങല്ലൂർ ഭാഗത്തു നിന്നും വന്നിരുന്ന ചരക്ക് ലോറി ഇടിക്കുകയായിരുന്നു. കൊച്ചിയിൽ ലോഡ് ഇറക്കിയ ശേഷം ബാംഗ്ലൂരിലേക്ക് മടങ്ങുകയായിരുന്നു ചരക്ക് ലോറി. 2 വാഹനങ്ങളിലെയും ഡ്രൈവർമാർ പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു. അപകടത്തെ തുടർന്ന് കുറച്ചു സമയം ഗതാഗതം തടസ്സപ്പെട്ടു. പ്രധാന വാർത്തകൾ വീണ്ടും. ദേശീയപാത മുരിങ്ങൂരിൽ ഗതാഗതക്കുരുക്ക് തുടരുന്നു. കൊടകര, പോട്ട, ചാലക്കുടി, മുരിങ്ങൂർ എന്നിവിടങ്ങളിൽ നിന്നും മാള വഴി ചെറുവാഹനങ്ങൾ വഴി തിരിച്ചുവിടുന്നു. BJP തൃശൂരിൽ നേടിയത് ഐതിഹാസിക വിജയമെന്ന് അഡ്വക്കേറ്റ് KK അനീഷ് കുമാർ. ഇടതു വലതു മുന്നണികൾ ഉന്നയിക്കുന്ന ആരോപണങ്ങൾക്കൊന്നും തെളിവില്ല. വൃഷ്ടി പ്രദേശത്ത് ശക്തമായ മഴ തുടരുന്ന സാഹചര്യത്തിൽ ചിമ്മിനി ഡാമിന്റെ പ്രധാന ഷട്ടറുകൾ തുറന്നു. 4 ഷട്ടറുകൾ 5 സെന്റിമീറ്റർ വീതമാണ് ഉയർത്തിയിരിക്കുന്നത്. ഇതോടെ ന്യൂസ് റൗണ്ടപ്പ് സമാപിച്ചു. നമസ്കാരം.